അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം. അത് ഈ സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. അപ്പൊ എന്ത് വേണം? പോലീസ് നടപടി സ്വീകരിക്കണം, 66F ഇടണം. പക്ഷെ അതിന് അദ്ദേഹം ആലോചിക്കട്ടെ, ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ സാജൻ സക്കറിയ ഒളിവിലാണ്. അപ്പൊ ഇടയ്ക്ക് എന്നെ വിളിക്കും, MLA സഹായിക്കണം, അതിനെ കണ്ടെത്താൻ കഴിയുന്നില്ല, പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ചോരുകയാണ്, നമ്മൾ ഉള്ള വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയാണ്, MLA സഹായിക്കണമെന്ന് ആവർത്തിച്ച് പറയും. അതിനിടക്ക് പൂനെയിലെ ഒരു കേന്ദ്രത്തിൽ ഈ സാജൻ സക്കറിയയുടെ ഒരു ബ്രദറിന്റെ ഒരു ഫാമിൽ സക്കറിയ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് നമ്മൾ പോലീസിന് വിവരം കൊടുത്തു. പക്ഷേ അവിടുന്ന് പോലീസ് പോയി ചെന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു എന്ന മറുപടിയാണ് പിന്നീട് കിട്ടുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അന്ന് കേരള പോലീസിന്റെ ടീം ഈ പറയുന്ന ബാംഗ്ലൂരിൽ, ചെന്നൈ, പൂനെ, ബോംബെ, ഹൈദരാബാദ് ആൻഡ് ഡൽഹി ഈ കേന്ദ്രങ്ങളിലൊക്കെ സ്ക്വാഡിനെ നിർത്തി ഇവൻ അന്വേഷിക്കുന്നു എന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഡൽഹിയിലെ ഒരു സീനിയർ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട് എന്ന വിവരം മറ്റു ആളുകൾ വഴി എനിക്ക് കിട്ടുന്നത്. ഈ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം നമുക്കറിയാം, ഡൽഹിയിലൊക്കെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ മുൻകൂട്ടിയിലെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അദ്ദേഹം അപ്പോയിന്റ്മെന്റ് എടുത്ത് ഫീസ് അടച്ചതായിട്ട് അറിയാൻ കഴിയുകയും ഈ ഇൻഫർമേഷൻ കൃത്യമായി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ആ കൃത്യമായ സമയത്ത് ഇദ്ദേഹം അപ്പോയിന്റ്മെന്റ് എടുത്ത സമയത്ത് അവിടെ എനിക്ക് ഇൻഫോം ചെയ്ത ഡൽഹിയിലെ എന്റെ സുഹൃത്തായ ഒരു വക്കീല്, ആ വക്കീലിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഈ കാര്യത്തിൽ, അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് ആ മേൽപ്പറഞ്ഞ സീനിയർ വക്കീലിന്റെ പരിസരത്ത് ഉണ്ടാവണം, സാജൻ സക്കറിയ അവിടെ വരുന്നുണ്ടോ, പോലീസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ ഈ പറയുന്ന ഡൽഹിയിലെ സീനിയർ വക്കീലിന്റെ വീടിന്റെ കുറച്ച് പരിസരത്ത് അദ്ദേഹത്തിന്റെ കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. 7 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. 7 മണി കറക്റ്റ് 6:55 സാജൻ സക്കറിയ അവിടെ വരുന്നു. ഈ പറയുന്ന സീനിയർ വക്കീലിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നു. എനിക്ക് ഇൻഫോം ചെയ്ത എന്റെ സുഹൃത്തായ വക്കീൽ ഇത് കാണുന്നു. ഞാൻ അജിത് കുമാറിനെ വിളിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്, ഞാൻ സാജൻ സക്കറിയ കയറി എന്ന് പറയുന്നില്ല, എന്തായും ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നത്, സാറേ നമ്മളെ 7 ഓഫീസർമാര്, ഒരു ഡിവൈഎസ്പിയും 4 CIമാരും അവിടെ മഫ്റ്റി വേഷത്തിലുണ്ട്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന പോലീസുണ്ട്, ഒരാളും പ്രദേശത്ത് വന്നിട്ടില്ല. 7:10 വക്കീലിനെ വിളിക്കും, ആരും വന്നിട്ടില്ല, പോലീസ് വന്നിട്ടില്ല. 7:15 7:25 സാജൻ സക്കറിയ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ടൈം കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞ് അവിടെ ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിക്കുക. അപ്പോഴും പുള്ളി എന്താ പറയുന്നത്, ഓ എന്റെ സാറെ അവന് ഭയങ്കര ദൈവാധീനമുള്ള വ്യക്തിയാണ്, ആര്, സാജൻ സക്കറിയ, അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ വളരെ ക്ലിയർ അല്ലേ, ഇദ്ദേഹം എന്നെ ചീറ്റ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ്. ഈ വിവരം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി ഒരു നീതിയും ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. പിന്നീടുള്ള അന്വേഷണത്തിലാണ് സാജൻ സക്കറിയയുടെ ബ്രദർ ഈ വിഷയത്തിൽ ഇടപെടുകയും വലിയ പണം അദ്ദേഹത്തിന് ഓഫർ ചെയ്യുകയും 66F ഇടാതിരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് അവർ തമ്മിൽ ധാരണയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഈ പറയുന്ന അജിത് കുമാർ ഇതുപോലുള്ള ഒരു ഫ്രോഡാണ് എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷമാണ് സത്യത്തിൽ ഈ റിദാൻ ബാസിൽ കേസ്, മാമി കേസ്, എയർപോർട്ട് കള്ളക്കടത്ത് കേസ്, ഇതിന്റെ കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പിന്നീട് 2 മാസത്തോളം അന്വേഷിക്കുന്നത്. അതിനുശേഷമാണ് മലപ്പുറത്തെ മരമുറിയുടെ വിഷയം, അതിന്നാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിനുശേഷം, അതായത് അജിത് കുമാറുമായി ഞാൻ കണ്ടുമുട്ടി ഏകദേശം 2 മാസത്തിന് ശേഷമായിരിക്കാം പിന്നീട് എന്താ പറയാ മുഖ്യമന്ത്രിക്ക് ഈ പരാതി ഞാൻ നൽകുന്നത്. ഈ പൊതുവായിട്ടുള്ള ഇപ്പം SIT അന്വേഷിച്ച് അയാൾക്ക് ക്ലീൻ ചീറ്റ് കൊടുത്ത് വിജിലൻസ് കോടതി പറ്റില്ല എന്ന് പറഞ്ഞ ആ പരാതി. അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത. ഗൂഢാലോചന നടത്തിയത് ഞാൻ DGP ആവാതിരിക്കാൻ, MR അജിത്കുമാർ DGP ആവാതിരിക്കാൻ PV അൻവർ ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് മുൻപ് നടന്നതാണല്ലേ? അതെ. അതായത് മുഖ്യമന്ത്രിക്ക് മെയിൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഏകദേശം 2 മാസം മുമ്പാണ് ഈ ഇദ്ദേഹവുമായിട്ട്, അതായത് ഈ വയർലെസ് വിഷയത്തിൽ ഞാൻ കൊടുത്ത പരാതിയുടെ ആ ടൈം നോക്കിയാൽ മതി. ഏകദേശം ആ ടൈമിലാണ് ഇദ്ദേഹത്തെ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകയാണ്. പിന്നെ ഞാൻ എന്ത് ഗൂഢാലോചന നടത്തേണ്ടത്? എനിക്ക് അദ്ദേഹം എന്റെ പെങ്ങളെ കെട്ടി കാര്യം നിർത്തുള്ളൂ. എനിക്കെന്താ അദ്ദേഹത്തോട് വിരോധം? അദ്ദേഹം കേരളത്തിലെ RSSന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ്. മലപ്പുറത്ത് സുജിത് ദാസ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയായി നിന്നുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തിയത്. അതൊന്നും ഈ പണമൊന്നും പോരാഞ്ഞിട്ടാണ് മരം മുറിച്ചു കൊണ്ടുപോയത്. ഈ വിഷയങ്ങൾ വസ്തുനിഷ്ഠ മാമി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ പരാതി ഇപ്പൊ അവസാനം പോലീസ് കമ്മീഷണർ തന്നെ IG തന്നെ പരാതി കൊടുത്തില്ലേ? പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യം വീഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ച ആദ്യത്തെ
ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പം നടപടി ഉണ്ടായി. മാമി കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. റിദാൻ ബാദിൽ കേസിൽ ഇവിടെ നിൽക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തില് ആ വഴിക്ക് ഈ പറയുന്ന SIT അന്വേഷിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ എന്തുകൂടാ, ഞാൻ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് വാങ്ങിയത്, അദ്ദേഹത്തിന്റെ കവടിയാറിലെ വീട് വാങ്ങിയത്, ആ രേഖകളാണല്ലോ ഇപ്പൊ കോടതി ഏറ്റെടുത്തത്. കോടതി അതിൽ കണ്ടെത്തിയല്ലോ. 10 ദിവസത്തിനാണ് വിറ്റെന്ന് പറയുന്ന ഫ്ലാറ്റ് 2009 അദ്ദേഹം വാങ്ങിയതാണ്. പക്ഷെ ഇവിടെ വിൽക്കുന്ന ഘട്ടത്തിലാണ് ആധാർ രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ സാങ്കേതികമായ കാരണം വന്നതെന്നാണ് അജിത് കുമാർ പറയുന്നത്. അതിലൊരു അടിസ്ഥാനമില്ലല്ലോ. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യല്ലോ. 10 കൊല്ലം ഒരു രജിസ്റ്റർ ചെയ്യാതൊരു പ്രോപ്പർട്ടി ഉണ്ടാവുമോ? ഇതെന്താ അടിസ്ഥാനമാണ്? അങ്ങനെയാണെങ്കിൽ തന്നെ അതിന്റെ പാർട്ട് പേയ്മെന്റ് കൊടുക്കൂലേ? ആ പാർട്ട് പേയ്മെന്റ് കൊടുത്തത് ഈ ആധാരത്തിൽ എഴുതുമല്ലോ. നമ്മളിപ്പോൾ ഒരു ഭൂമി കച്ചവടം ചെയ്ത് 2 കൊല്ലോ 3 കൊല്ലോ ഫ്ളാറ്റൊക്കെ ആകുമ്പോൾ 4 കൊല്ലോ 5 കൊല്ലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊരു അഗ്രിമെന്റ് ഉണ്ടാവും. ആ അഗ്രിമെന്റിൽ നമ്മൾ പാർട്ട് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ഈ പ്രോപ്പർട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്ത് എടുക്കുമ്പോൾ ആ ആധാരത്തിൽ ആ കൊടുത്ത എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതും. അങ്ങനെയാണല്ലോ നടക്കാറുള്ളത്. ഇതൊന്നുമില്ലല്ലോ. ഈ പറയുന്ന 2019 33,80,000 രൂപ കള്ളപ്പണം അൺഅക്കൗണ്ടഡ് മണി കൊടുത്ത അയാൾ വാങ്ങുകയാണ്. അതേപോലെ 10ാമത്തെ ദിവസം ഇരട്ടി വിലക്ക് അദ്ദേഹം വിൽക്കുകയാണ്. 65 ലക്ഷം റിസീവ്ഡ് ബൈ ക്യാഷ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതും കള്ളപ്പണം. ഈ ഡോക്യുമെന്റാണ് ഞാൻ കൊടുത്തത്. അതുപോലെ തന്നെ കവടിയാർ വീട് വാങ്ങിയതിന്റെ ഈ 2 കാര്യം മതി 1 മണിക്കൂർ കൊണ്ട് വിജിലൻസിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആ വഴിക്ക് പോയില്ലല്ലോ. ഈ രജിസ്ട്രേഷൻ നടക്കുന്ന എവിടെയാ? പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഇതാണ് ഇതിന്റെ വസ്തുത. PV അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് തന്നെ ടാർഗറ്റ് ചെയ്തത്. അതിന് പോലീസിലൊരു വിഭാഗം, തന്നോട് വിരോധമുള്ള പോലീസിലൊരു വിഭാഗം സഹായിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പരാതി. അല്ല, അദ്ദേഹം പറയണല്ലോ PV അൻവർ വഴിവിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറയട്ടെ. അതിന് ഉപോത്ബലകമായ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ. ഇപ്പൊ എല്ലാം കഴിഞ്ഞിപ്പോ 1 വർഷം കഴിയുമ്പോൾ ഇപ്പോഴാണോ ഈ മൊഴി കൊടുക്കുമ്പോഴാണോ അത് പറയേണ്ടത്? അന്ന് പറയേണ്ടത് അദ്ദേഹം. ഞാൻ അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ വിഷയത്തിൽ മാത്രമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് കൊടുത്ത പരാതികളിൽ പല ഘട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചാൽ തന്നെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വിളിക്കുക, എന്താ പറയുക, വാട്സാപ്പ് കോളില. എന്താ അതിന്റെ ആവശ്യം? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഞാൻ ഡയറക്ട് കോളിൽ 9447060901 BSNL ഉണ്ടായ ആ കാലഘട്ടം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന എന്റെ നമ്പറാണ്. ആ നമ്പറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം കോൾ കട്ട് ചെയ്തിട്ട് തിരിച്ച് എന്താ പറയാ വാട്സാപ്പ് കോളിൽ അങ്ങോട്ട് വിളിക്കും. ഇതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ അങ്ങനെ വഴിവിട്ട് എന്തെങ്കിലും കാര്യം ഞാൻ ആവശ്യപ്പെട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് എത്ര ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു? ഒരു ഘട്ടത്തിലും പറയാതെ ഞാൻ ഗൂഢാലോചന നടത്തി. എനിക്കെന്തിനാ ഗൂഢാലോചന നടത്തേണ്ട കാര്യം? അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ കള്ളത്തരം, അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും മാറുന്നില്ല. എന്തിനാണ് ഈ ചങ്ങാതിയെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും താങ്ങി നിർത്തുന്നത്? ഇപ്പോഴും താങ്ങി നിർത്തുകയാണ്. ഈ വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ രേഖകൾ വെച്ച് കൊടുത്താൽ നാളെ ഞാനിത് കോടതിയിൽ പോകുമെന്ന് ആവർത്തിച്ചു പറഞ്ഞതാണ്. നാഗരേഷ് വക്കീലിന്റെ കയ്യിൽ കൊടുത്ത ഈ 4 ഡോക്യുമെന്റാണ് കോടതി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്കിതിൽ ഗൂഢാലോചന നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഗൂഢാലോചന നടക്കുന്നത് പോലീസ് തന്നെ നിരന്തരമായി. ഇപ്പൊ 26-27 കേസുണ്ട്. ഇപ്പൊ ഒരു വിജിലൻസിന്റെ കേസ് വേറെ വരുന്നു. നാളെ ഏതൊക്കെ കേസ് എനിക്ക് എന്റെ പേരിൽ വരുന്ന എനിക്കറിയാൻ പറ്റില്ല. ഇപ്പോഴും ഈ സെറ്റ്, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ പറയുന്ന അജിത് കുമാറും ഒറ്റക്കെട്ട് തന്നെയാണ്. ആ ഭാണ്ഡം അഴിച്ചുവിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ശശിക്കോ കഴിയില്ല. അതുപോലെയുള്ള ഇമ്മോറൽ ഇടപാടുകൾ നടത്തിയിട്ട് എനിക്കതാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പോഴും ഈ പോലീസ് തന്നെയല്ലേ ഈ ഗവൺമെന്റിനെ ഇത്ര വലിയ പരിതാപകരമായ അവസ്ഥയിലെത്തിക്കുന്നത്? അന്നും ഞാൻ പറഞ്ഞ പരാതി അതല്ലേ. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ആരോഗ്യമന്ത്രി ഇവിടെ വന്നു, നമ്മുടെ മഞ്ചേരി ഹോസ്പിറ്റലിൽ. അവിടുത്തെ തൊഴിലാളികൾക്ക്, താൽക്കാലിക ജീവനക്കാര്, അവർക്ക് ശമ്പളം കിട്ടാത്തൊരു കാര്യം പോയി പറഞ്ഞതാ. അവരെ പേരിൽ കലാപാഹ്വാനത്തിനും അക്രമത്തിനും ഇന്ന് കേസെടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഇത് ഈ തൊഴിലാളികളെ 3-4 തൊഴിലാളികൾ എന്നെ വന്ന് കണ്ടിരുന്നു. അൻവർക്ക് അങ്ങനെ ഇങ്ങനെ ശമ്പളം കിട്ടുന്നില്ല, ഒന്ന് ഇടപെടാൻ കഴിയോ? അവരുടെ ഗതികേട് കൊണ്ട് എന്റെ അടുത്ത് വന്നതാ. അപ്പൊ ഞാൻ അവരെ സമാധാനിപ്പിച്ച് വിട്ടു. നമുക്ക് നോക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അവരെന്നെ വന്നു കണ്ട വിവരം പുറത്തറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെന്നെ വന്ന് കണ്ടതിന്റെ പേരിലാണ് ഇപ്പൊ ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് എതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതാണ് പോലീസ്. ഇപ്പൊ ദാറുൽ ഹുദ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു എന്താ പറയാ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അകത്തേക്ക് CPMന്റെ നേതൃത്വത്തിൽ ഒരു വലിയ എന്താ പറയാ ലഹള നടത്താൻ കണക്കാക്കിയിട്ടുള്ള ഒരു മാർച്ച്.
അപ്പൊ ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. CPM-നെ പറ്റിയിട്ടുള്ള പിണറായി സംഘം RSS-നെയും കേന്ദ്ര ഗവൺമെന്റിനെയും സുഖിപ്പിക്കാനുള്ള നിരവധിയായ നിലപാടുകൾ പോലീസ് ഇപ്പോഴും എടുക്കുകയാണ്. അവിടെയാണ് വിഷയം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണല്ലോ ഇപ്പൊ അവസാനം അജിത് കുമാർ ഇപ്പൊ എവിടെയുള്ളത്? എക്സൈസിലാണ്. എനിക്കറിയില്ല. എക്സൈസ് കമ്മീഷണർ പോലീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘട്ടത്തിലേക്കെങ്കിലും എത്തിയല്ലോ. നാളെ അതിലേറെ ശക്തമായി അജിത് കുമാർ തിരിച്ചു വരും. നിങ്ങൾ നോക്കിക്കോ. അജിത് കുമാർ ഈ ലോ ആൻഡ് ഓർഡറിന്റെ സിറ്റുവേഷനിൽ ആ കസേരയിലേക്ക് ഇനിയുള്ള 9 മാസത്തിനുള്ളിൽ ഏത് ഘട്ടത്തിലും തിരിച്ച് പിണറായിയുടെ ഓഫീസ് അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ അതും കാണാൻ പോകുന്ന പൂരാണ്.